Hi, welcome back. And this is the second part of Industrial Relations Law. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷൻസും അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്തൊക്കെ എക്സ്ക്ലൂഡഡ് ആണ് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് മിക്സ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ എങ്ങനെയാണ് ഈ ഒരു ഡെഫിനിഷനിൽ അത് ഫിറ്റ് ആവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം മോഡേൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ആക്ടിവിറ്റിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അല്ല അല്ലേ. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം പല ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന പല ആക്ടിവിറ്റീസിൽ ചിലത് ഇൻഡസ്ട്രിയൽ ആയിട്ട് ക്വാളിഫൈ ചെയ്യും, ചില ആക്ടിവിറ്റീസ് ഇൻഡസ്ട്രിയൽ ആയിട്ട് ക്വാളിഫൈ ചെയ്യില്ല. ഞാൻ പറയുന്നത് ഒരൊറ്റ ഓർഗനൈസേഷനിൽ തന്നെ നടക്കുന്ന പല ആക്ടിവിറ്റീസിൽ ചില ആക്ടിവിറ്റീസ് ഇൻഡസ്ട്രിയൽ ആയിട്ട് വരും, ചില ആക്ടിവിറ്റീസ് നോൺ ഇൻഡസ്ട്രിയൽ ആയിട്ട് ആയിരിക്കും അവിടെ വരിക. അപ്പോൾ എങ്ങനെയാണ് നിയമം ഇതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ കോഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഇത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ നോക്കിയപ്പോഴത്തേക്ക് ആക്ടിവിറ്റി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അതിൽ ഒരു ടെസ്റ്റിന്റെ പേര് സിവിയറബിലിറ്റി ടെസ്റ്റ്, മറ്റൊരു ടെസ്റ്റിന്റെ പേര് പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും എടുത്ത് ഈ രണ്ട് ടെസ്റ്റും നടത്തി നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഇൻഡസ്ട്രിയൽ ആണോ അതോ നോൺ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണോ നടക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് ഈ സിവിയറബിലിറ്റി ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിനൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യാം: Can one unit or activity of an organization be separated from the rest and examined on its own? അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയെ ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന മറ്റ് ആക്ടിവിറ്റീസിൽ നിന്ന് വേർപെടുത്തി സെപ്പറേറ്റ് ചെയ്ത് അതിനെ ഒറ്റയ്ക്ക് ആ ഒരു ആക്ടിവിറ്റി മാത്രം നിലനിൽക്കുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് വേർപെടുത്തി അതിനെ എക്സാമിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം അത് കഴിയും എന്നാണെങ്കിൽ ആ ഒരു യൂണിറ്റ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഒരു യൂണിറ്റിനെ കണക്കാക്കും ടു ഡിസൈഡ് വെദർ ഇറ്റ് ഇസ് ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ അണ്ടർടേക്കിംഗ്. അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ അല്ലയോ എന്ന് ആ ഒരു രീതിയിൽ തീരുമാനിക്കാം. ഇതിന് ഞാനൊരു എക്സാമ്പിൾ തരാം. അപ്പോൾ എക്സാമ്പിൾ തരുമ്പോഴത്തേക്ക് നമുക്കത് കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ ഐഡിയ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് is that labor law discussions on mixed activities എന്നുള്ള ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ മിക്സ്ഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഇൻഡസ്ട്രിയൽ. ഓക്കെ, ഈവൻ ഇഫ് ദ മെയിൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ലാർജർ ഓർഗനൈസേഷൻ ഹാസ് അതർ നോൺ ഇൻഡസ്ട്രിയൽ ഫങ്ഷൻസ്. ചിലപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു മിക്സ് ഓഫ് ഫങ്ഷൻസ് വരും. ചില ഫങ്ഷൻസ് ഇൻഡസ്ട്രിയൽ ആയിരിക്കും, ചില ഫങ്ഷൻസ് നോൺ ഇൻഡസ്ട്രിയൽ ആയിരിക്കും എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ബേസിക്കലി ചെയ്യുക. ഇനി വരുന്നത് ഈ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റ് അതിന് ആ ഒരു ഡോമിനന്റ് നേച്ചർ ടെസ്റ്റ് എന്നും അതിനെ വിളിക്കുന്നു. പ്രീഡോമിനന്റ് അതായത് ആ ഒരു 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 നിലനിൽക്കുക എന്നുള്ള ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? വെൻ വൺ എസ്റ്റാബ്ലിഷ്മെന്റ് ക്യാരീസ് ഓൺ സെവറൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇവിടെയും ആ സെയിം എസ്റ്റാബ്ലിഷ്മെന്റ് പല ആക്ടിവിറ്റീസ് നടത്തുന്നു ആൻഡ് ഇവിടെയും ദ ലോ ഹാസ് ടു ഡിസൈഡ് അതിന്റെ ഒരു ഓവറോൾ ക്യാരക്ടർ എന്ത് ആണ് എന്നുള്ളത്. അപ്പൊ ഈ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റിൽ വരുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് what is the main primary or dominant activity of the organization? ഡോമിനന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന്റെ
ആക്ടിവിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡോമിനന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഇൻഡസ്ട്രിയൽ ആണ്. അതോടൊപ്പം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, ആ യൂണിറ്റ്സ് ജസ്റ്റ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഇതുമായിട്ട് ജസ്റ്റ് കണക്റ്റഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ ആൻസിലറി ആയിട്ട് അത് പ്രവർത്തിക്കുകയാണെങ്കിൽ the establishment may be treated as an industrial establishment as a whole. അതിനെ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ഗാർമെന്റ് കമ്പനി ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗാർമെന്റ് ഫാക്ടറി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു തുന്നൽ യൂണിറ്റ് ഉണ്ടാകും, അതായത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടാകും, അതിന് ഒരു അക്കൗണ്ട്സിന്റെ സെക്ഷൻ ഉണ്ടാകും, ഈ തുണിത്തരങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഒരു വിങ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അതിന് ഒരു സെയിൽസ് ഓഫീസും കാണും. അപ്പോൾ ഇതിന്റെ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി എന്താണ്? ഇവിടുത്തെ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗാർമെന്റ്സ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് പ്രീഡോമിനന്റ് ആക്ടിവിറ്റി. അപ്പൊ ഇവിടെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഗാർമെന്റ്സ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുകയാണ് മറ്റ് ആക്ടിവിറ്റീസ്. അപ്പം മെയിൻ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു ബാക്കി എല്ലാ ഫങ്ഷൻസും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വിൽ ബി ഓർ മേ ബി ട്രീറ്റഡ് അക്കോർഡിംഗ് ടു ദ ഇൻഡസ്ട്രിയൽ ക്യാരക്ടർ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സ്വഭാവമുള്ളതായിട്ട് അതിനെ അവിടെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത്. ഇനി നേരെ മറിച്ച് നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറിയ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഒരു പ്രിന്റിംഗ് പ്രസ് ആ ഒരു എഡ്യൂക്കേഷണൽ വർക്കിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമാണ് ആ ഒരു ചെറിയ പ്രിന്റിംഗ് പ്രസ് ഓൺലി ടു സപ്പോർട്ട് ദ യൂണിവേഴ്സിറ്റീസ് എഡ്യൂക്കേഷണൽ വർക്ക്. അപ്പൊ ഇവിടുത്തെ ഡോമിനന്റ് ആക്ടിവിറ്റി എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ? അത് സ്റ്റിൽ അത് എഡ്യൂക്കേഷൻ ആണ്, എന്നാൽ പ്രിന്റിംഗ് അല്ല. ഇവരുടെ പ്രധാന ആക്ടിവിറ്റീസ് എഡ്യൂക്കേഷൻ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് പ്രിന്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ആ ഒരു മെയിൻ ആക്ടിവിറ്റി ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഈ ഒരു ജനറൽ അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് ഇൻ ഡിസ്കഷൻസ് ഓഫ് ദ ഡോമിനന്റ് നേച്ചർ ടെസ്റ്റ് ഇൻ റിലേഷൻ ടു മിക്സ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. അപ്പൊ ഇതേപോലെയുള്ള ഈ ഒരു മിക്സ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോമിനന്റ് നേച്ചറിന്റെ ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റ് എടുക്കുന്നത് ഒരു ജനറൽ അപ്രോച്ച് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇനി ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെപ്പറബിൾ ആണെങ്കിൽ, അതായത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും തനിയെ നിലനിൽക്കുമെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ഇസ് ഇൻഡസ്ട്രിയൽ ഒന്ന് വിചാരിക്കുക, ആൻഡ് അതർ ആക്ടിവിറ്റീസ് ആ കണക്റ്റഡ് അല്ലെങ്കിൽ ആൻസിലറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും അത് എന്താണ്, ഒരു 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 ഹോൾ എസ്റ്റാബ്ലിഷ്മെന്റിനെ കണക്കിലെടുത്തിട്ടാണ് അവിടെ അത് ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. ഈ സെയിം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ, പക്ഷേ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അതിനകത്ത് എന്തൊക്കെ യൂണിറ്റ്സ് അവിടെ വരാം? ഒന്ന്, ഒരു ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് വരാം, അവിടെ ക്ലാസ്സസ് ആണ് നടക്കുന്നത് അല്ലേ. മറ്റൊന്ന്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അവിടെ വരാം, അവർ ലെസൺസ് ഹാൻഡിൽ ചെയ്യുന്നു, റെക്കോർഡ്സ് ഹാൻഡിൽ ചെയ്യുന്നു. ഇനി അവർക്കൊരു പ്രിന്റിംഗ് പ്രസ് അവിടെ വരാം, അത് ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്നതിന്, എക്സാമിന്റെ മെറ്റീരിയൽസ് പ്രിന്റ് ചെയ്യുന്നതിന്, സ്റ്റഡി ഗൈഡ്സ് പ്രിന്റ് ചെയ്യുന്നതിന്. ഇനി ഇത് കൂടാതെ ഒരു കമേഴ്ഷ്യൽ ക്യാൻറ്റീനും അവിടെ വരാം. ഈ ക്യാൻറ്റീൻ സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻറ്റീൻ. ഇങ്ങനെ വിചാരിക്കുക. ഇങ്ങനെ എന്താ പറയേണ്ടത്, 4 ഡിഫറെന്റ് യൂണിറ്റ്സ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഒരേ സ്വഭാവമല്ല ഉള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ടീച്ചിങ് ആൻഡ് കോർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ this may not ordinarily be treated as industrial in the same way as manufacturing or organized production activities. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ടീച്ചിങ്ങും അതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റും അഡ്മിൻ ഡിപ്പാർട്ട്മെന്റും സാധാരണഗതിയിൽ അത് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ അതിനെ കണക്കാക്കില്ല. അതായത് ആ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥാപനം പോലെ അതിനെ കണക്കാക്കില്ല.
പക്ഷേ ആ പ്രിന്റിംഗ് പ്രസ് ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിട്ട് അത് ക്വാളിഫൈ ചെയ്യും. കാരണം എന്താണ്, അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്ന ആൻഡ് അവിടെ ആ ഒരു ഓർഗനൈസേഷന്റെയും എംപ്ലോയേഴ്സിന്റെയും, അതായത് എംപ്ലോയീസിന്റെയും എംപ്ലോയേഴ്സിന്റെയും ആ ഓർഗനൈസേഷൻ, അതായത് ആ പ്രിന്റിംഗ് പ്രസ്സിലുള്ള അവരുടെ ഒരു കോഓപ്പറേഷന്റെ പുറത്താണ് അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അതേപോലെ ക്യാൻറ്റീൻ്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാൻറ്റീൻ മേ ഓൾസോ നീഡ് സെപ്പറേറ്റ് എക്സാമിനേഷൻ. അത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് കണക്ഷൻ വിത്ത് ദ മെയിൻ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ ഈ ടെസ്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് ശരിക്കും അപ്ലൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക? സിവിയറബിലിറ്റി ടെസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിന്റിംഗ് പ്രസ് അത് ഫങ്ഷനലി സെപ്പറേറ്റ് ആണെങ്കിൽ, അതായത് അതിൻ്റെ സ്വന്തമായ പണിക്കാരവിടെയുണ്ട്, അതിന് സ്വന്തമായ മാനേജ്മെന്റ് ഉണ്ട്, ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻഡിപെൻഡന്റ്ലി ആസ് ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ആ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് ഫങ്ഷനിങ്ങിന് ഇത് ആവശ്യമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സാഹചര്യം നോക്കുക, അതിൻ്റെതായ സ്വന്തം പണിക്കാർ അവിടെയുണ്ട്, അതിൻ്റെതായ ഒരു മാനേജ്മെന്റ് ഉണ്ട്, ആൻഡ് അവരുടെ ഓപ്പറേഷൻസ് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കും, ദോ ഇറ്റ് ഹാസ് എ കണക്ഷൻ ടു ദ ഹോൾ പെർഫോമൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഇനി പ്രീഡോമിനന്റ് ആക്ടിവിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഒന്ന് ചിന്തിക്കുക. ആ ഒരു മേജർ അല്ലെങ്കിൽ ഡോമിനന്റ് ആക്ടിവിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷൻ തന്നെയാണ്, അല്ലേ? ഇനി നമ്മൾ പ്രിന്റിംഗ് പ്രസ് എടുക്കുക. അപ്പോൾ ആ പ്രിന്റിംഗ് പ്രസ്സും ക്യാൻറ്റീനും ഇത് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ സപ്പോർട്ടീവ് ആണ് അല്ലെങ്കിൽ ഇത് ഇൻസിഡന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓവറോൾ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പ്രീഡോമിനന്റ് നോൺ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? അവിടുത്തെ അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആക്ടിവിറ്റി എന്താണ്? അത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അല്ല. Now on the other hand, if the main activity of the organization is industrial production, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അല്ല മറ്റേതെങ്കിലും ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക, അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മൈനർ ഓഫീസ് അല്ലെങ്കിൽ വെൽഫെയറിനുള്ള യൂണിറ്റ്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മൈനർ ഓഫീസ് അല്ലെങ്കിൽ വെൽഫെയർ ഓഫീസ് എന്ന് പറയുന്നത് വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടർ, അല്ലേ? കാരണം ആ ഒരു യൂണിറ്റിൽ ഒരു വെൽഫെയർ സ്ഥാപനം അവിടെ അതിൻ്റെ വെൽഫെയറിന് വേണ്ടി അറ്റാച്ച്ഡ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ആ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റിന്റെ ആ ഒരു സ്വഭാവം അവിടെ മാറുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ആക്ച്വലി പ്രിവെന്റ്സ് ആൻ എംപ്ലോയർ ഫ്രം എസ്കേപ്പിംഗ് ലേബർ ഓബ്ലിഗേഷൻസ്. അപ്പോൾ ഇത് ഒരു പഴുതായിട്ട് ഒരു എംപ്ലോയർ എടുക്കരുത്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഴുതാകരുത്. അതായത് ഒരു എന്താ പറയേണ്ടത്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ എടുത്ത് ചെറിയ ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി അതിനെ തിരിച്ചിട്ട് പിന്നെ എന്താ പറയേണ്ടത്, അതിൽ ചില പാർട്സ് ആ നോൺ ഇൻഡസ്ട്രിയൽ എന്ന ഒരു ക്ലെയിം കൊണ്ടുവന്നിട്ട് അവരെ ആ ഒരു ഇൻഡസ്ട്രിയുടെ പരിധിയിൽ കൊണ്ടുവരാതെ അവർക്ക് എന്താ പറയേണ്ടത് ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫാക്ടറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം. നമുക്ക് നമ്മുടെ ഗാർമെന്റ് ഫാക്ടറിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഗാർമെന്റ് ഫാക്ടറിയിൽ എന്തൊക്കെയാണ്? ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. സെയിൽസിനുള്ള ഒരു ഷോറൂം അവിടെയുണ്ട്, ട്രാൻസ്പോർട്ടിനുള്ള ഒരു ഓഫീസ് ഉണ്ട്, ആൻഡ് അവർക്കൊരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഈ ഒരു ഗാർമെന്റ് ഫാക്ടറിക്ക് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രീഡോമിനന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മെയിൻ ആക്ടിവിറ്റി എന്താണ്? ആ ഗാർമെന്റ്സ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത്. അത് ഇൻഡസ്ട്രിയൽ ആയിട്ട് തന്നെ അവിടെ വരുന്നു. അപ്പോൾ ഷോറൂമും അക്കൗണ്ട് സെക്ഷനും ട്രാൻസ്പോർട്ട് ഓഫീസും ഒക്കെയോ, ദീസ് ആർ ജസ്റ്റ് ആൻസിലറി ടു ദ മെയിൻ ആക്ടിവിറ്റി. ആ ഒരു മെയിൻ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സബ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിനെ
ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി തന്നെ അതിനെ കണക്കാക്കും എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഷോറൂം എന്ന് പറയുന്നത് ലെറ്റ് us say അത് ഒരു ഇൻഡിപെൻഡന്റ് കമേഴ്ഷ്യൽ എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താതെ സെപ്പറേറ്റ് ആയിട്ട് അത് നടത്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സിവിയറബിലിറ്റി ടെസ്റ്റ് അനുസരിച്ച് അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെ അവിടെ വരാം. അത് സെയിം ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയുടെ ഭാഗമാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടെസ്റ്റിന്റെയും ഫോക്കസ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിം തന്നെയാണ്. അതായത് ആ ഒരു ട്രൂ ആയിട്ടുള്ള സത്യത്തിൽ അതിന്റെ ലീഗൽ ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അല്ലെ. അപ്പോൾ ആ ഒരു ലീഗൽ ക്യാരക്ടർ അനുസരിച്ചാണ് ഇത് ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് ചുരുക്കി പറയുവാണെന്നുണ്ടെങ്കിൽ ബോത്ത് ടെസ്റ്റ് വിൽ ഡിസൈഡ് വെദർ ദി യൂണിറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓർ ഹോൾ ഓർഗനൈസേഷൻ, അതായത് ആ ഒരു യൂണിറ്റിനെ ഇൻഡസ്ട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഇൻഡസ്ട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ, അതോ ഇതെല്ലാം കൂടെ വരുന്ന ആ ഒരു കംപ്ലീറ്റ് യൂണിറ്റിനെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ആ ഒരു മിക്സ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ കാര്യത്തിൽ അങ്ങനെ അവിടെ വരും എന്നുള്ളതാണ് അല്ലെ. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കുക, ഈ ഒരു സിവിയറബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫോക്കസ് ഇസ് ഓൺ സെപ്പറേഷൻ. അതായത് സിവിയറബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്, ഓരോ യൂണിറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ അതിന്റെ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് ക്യാൻ ഇറ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, സെപ്പറേറ്റ് ചെയ്ത് അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു യൂണിറ്റിന്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം അതർ നോൺ ഇൻഡസ്ട്രിയൽ പാർട്സ്, അപ്പോൾ അതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ആ ഒരു യൂണിറ്റിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ അവിടെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഈ പ്രീഡോമിനന്റ് ടെസ്റ്റ് ആക്ടിവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫോക്കസ് വരുന്നത് ഡോമിനൻസിലാണ്. അപ്പോൾ ഇവിടെയും എന്താ പറയേണ്ടത്, അത് ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഇസ് ദ മെയിൻ ഓർ ദ ഡോമിനന്റ് ആക്ടിവിറ്റി ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആ ഡോമിനന്റ് അല്ലെങ്കിൽ ചീഫ് ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ആ മെയിൻ ആക്ടിവിറ്റി ഇൻഡസ്ട്രിയൽ ആണ്. അതോടൊപ്പം മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ജസ്റ്റും ഇതായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക വിത്ത് ഓർ വിത്തൗട്ട് എനി എയ്ഡ് ടു ദ മെയിൻ ആക്ടിവിറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഹോൾ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഇൻഡസ്ട്രിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു രീതിയാണ് അല്ലേ. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അവർക്ക് ആ ഒരു ലേബർ റെഗുലേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കും. അവരുടെ ഓപ്പറേഷൻസിനെ സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റുമ്പോൾ അവർക്ക് ആ ഒരു നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് ടെസ്റ്റ് നടത്തിയിട്ട് ആ ഒരു യൂണിറ്റ് ഇൻഡസ്ട്രി ആയിട്ട് വരുമോ അതോ ആ ഒരു ഫുൾ സ്ഥാപനം തന്നെ അവിടെ ഇൻഡസ്ട്രി ആയിട്ട് വരുമോ എന്നുള്ളത് കണക്കാക്കുന്നത്. Now let us look at എന്താണ് ഇതിന്റെ ആ ഒരു ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ ആ ഒരു ഫങ്ഷണൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഈ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, അതായത് അത് സ്റ്റാറ്റിക് അല്ല. അവിടെ ഒരു എക്സ്റ്റെന്റ് ഓഫ് ഫ്ലെക്സിബിലിറ്റി അതിനകത്തുണ്ട്. ഇപ്പം കോടതികൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി തന്നെ, അതായത് നേരത്തെ മുതലേ കോടതി ഒരു ഫങ്ഷണൽ അപ്രോച്ച് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഓൾവേസ് ലുക്ഡ് അറ്റ് വെദർ ദി ഓർഗനൈസ്ഡ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് വർക്കർ ഈസ് ദേർ. അപ്പൊ അതാണ് കോടതികൾ അതിന്റെ ആ ഒരു ഫങ്ഷണൽ അപ്രോച്ച് എടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ കോടതികൾ എപ്പോഴും നോക്കിയത് എന്താണ്, ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഓപ്പറേഷനിലാണോ ഈ ഒരു എംപ്ലോയേഴ്സും വർക്കേഴ്സും തങ്ങളിൽ അവിടെ എന്താ പറയേണ്ടത്, അവർ ആ ഒരു ഗുഡ്സും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അതാണ് കോടതി അവിടെ പരിഗണിക്കുക. അതാണ് അതിന്റെ ആ ഒരു ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ആ ഒരു ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്കോപ്പ് വളരെയധികം എക്സ്പാൻഡ് ചെയ്തു ആ ഒരു ലേബർ പ്രൊട്ടക്ഷൻ എൻഹാൻസ് ചെയ്യുക, ലേബർ പ്രൊട്ടക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കോടതികൾ ഇതിന്റെ ആ ഒരു സ്കോപ്പ് കുറെ കൂടെ ചെറുതാക്കി നാരോ ചെയ്ത് കൊണ്ടുവന്ന് ടു അവോയ്ഡ് എക്സ്റ്റെൻഡിങ് ഇൻഡസ്ട്രിയൽ അഡ്ജുഡിക്കേഷൻ ടു അൺസൂട്ടബിൾ ഏരിയാസ്.
അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ നിയമങ്ങൾ സൂട്ടബിൾ അല്ലാത്ത ഭാഗത്ത് അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കോടതികൾ ഈ ഒരു ഇന്റർപ്രിട്ടേഷനെ അവർ ആ സാഹചര്യം അനുസരിച്ച് ദേ ഹാവ് എക്സ്പാൻഡഡ് ഇറ്റ് ആൻഡ് ദേ ഹാവ് ഓൾസോ നാരോഡ് ഇറ്റ് ഓൾസോ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പഴയ കേസ് ലോ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ കേസ് ലോസ് അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ദാറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് ടു മാറ്റർ. ഇപ്പോഴും അതിന് എന്താ പറയേണ്ട ഒരു പ്രസക്തിയുണ്ട്. ഈ ഒരു പുതിയ കോഡ് വന്നതിന് ശേഷവും ഈ ജുഡീഷ്യൽ ഡിബേറ്റ്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ദേ സ്റ്റിൽ കീപ് ഷേപ്പിംഗ് ദ ലീഗൽ തിങ്കിങ് ബിഹൈൻഡ് ഇറ്റ്. ഇപ്പോ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, അതിനെ നമ്മൾ IR കോഡ് എന്ന് ചുരുക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനെ നമുക്കതിനെ ഒരു എന്താ പറയേണ്ടത്, വി ക്യാൻ സീ ഇറ്റ് ആസ് എ ലെജിസ്ലേറ്റീവ് റെസ്പോൺസ് ടു ലോങ് സ്റ്റാൻഡിങ് കൺഫ്യൂഷൻ ആൻഡ് ഡിബേറ്റ്. അപ്പൊ ഒരുപാട് നാളുകൊണ്ട് ഇതിനകത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ്, ഒരു ലെജിസ്ലേറ്റീവ് റെസ്പോൺസ് ആയിട്ടാണ്, അതായത് ഒരു നിയമം കൊണ്ട് അതിനൊരു റെസ്പോൺസ് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ്, എല്ലാം കോടതികൾക്ക് വിടാതെ ഈ ഒരു കോഡിലൂടെ അവിടെ ശ്രമിച്ചിരിക്കുന്നത് ഇറ്റ് ട്രൈസ് ടു ആ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ആ ഒരു കോർ എന്താണ് ഇൻഡസ്ട്രീസിൻ്റെത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇവിടെ വ്യക്തമാക്കുന്നു എന്നുള്ളത്. അതായത് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, എംപ്ലോയർ വർക്കർ കോഓപ്പറേഷൻ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ്, ഇതെല്ലാം കണക്കിലെടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് വാട്ട് ഈസ് ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നത് കുറെ കൂടെ എളുപ്പമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ കണക്കിലെടുത്തിട്ടുള്ളത്, അതിനകത്ത് ഒരുപാടധികം എക്സ്ക്ലൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ആ ക്ലാസിഫിക്കേഷനുള്ള റൂൾസും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലെജിസ്ലേച്ചർ കൊണ്ട്, നിയമം കൊണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത്, ഒരു ലീഗൽ ബൗണ്ടറി അവിടെ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യരുത് ഈ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി കംപ്ലീറ്റ് ആയി അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കരുത്. അതായത് കോടതികളിൽ നടക്കുന്ന ഈ ഒരു ഡിബേറ്റ്, മോഡേൺ ആയിട്ടുള്ള ലേബർ അറേഞ്ച്മെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കോംപ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്, ഡെഫിനിഷണൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ആ ഒരു സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ഈ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഓൺ ദ മീനിങ് ഓഫ് ഇൻഡസ്ട്രി ഇസ് റിയലി എ ഫൈറ്റ് ഓവർ ഹൂ ഗെറ്റ്സ് ആക്സസ് ടു ലേബർ ജസ്റ്റിസ് എന്നുള്ളതാണ്. അതായത് ഈ ലേബർ ജസ്റ്റിസ് ആർക്ക് ലഭിക്കും, അത് എന്താ പറയണ്ട, ഇൻഡസ്ട്രിയൽ ഓണേഴ്സിന് ലഭിക്കോ വർക്കേഴ്സിന് ലഭിക്കോ എന്നുള്ള ചോദ്യമാണ് ശരിക്കും ഇവിടെ കോടതികളിലായിരുന്നാലും ആ ഒരു ഫൈറ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഒരു ബ്രോഡായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, കൂടുതൽ വർക്കേഴ്സിന് ആ ഒരു കൺസീലിയേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും, അഡ്ജുഡിക്കേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും, ആൻഡ് കളക്റ്റീവായിട്ടുള്ള ബാർഗെയിനിങ് സ്ട്രക്ചേഴ്സ് അവിടെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും, ആൻഡ് ആ ഒരു എൻഫോഴ്സ്മെന്റ് നടപ്പാക്കി എടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നേരെ മറിച്ച് ഒരു നാരോ ആയിട്ടുള്ള ഡെഫിനിഷൻ ആകുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ചില സെക്ടേഴ്സ് വിൽ റിമെയിൻ ഔട്ട്സൈഡ് ദ റീച്ച് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ. കാരണം ചില സെക്ടേഴ്സിനകത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില ഫീൽഡിൽ ആ ഒരു ഓട്ടോണമി അവിടെ നിലനിൽക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം it can also create a remedial gap for workers, specifically those workers who are in real employment relationships. Okay, പക്ഷേ ആ ഒരു റിയൽ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന, ബട്ട് ദെൻ ഫോർ സം റീസൺ അവർ ആ ഒരു ഇൻഡസ്ട്രിയൽ ലോയുടെ ഫ്രെയിം വർക്കിൽ ഇതുവരെ വന്നിട്ടില്ല. അത് ഈ പഴുതുപയോഗിക്കുന്നത് കൊണ്ട്. അപ്പൊ അത് ഒക്കെ തടയുക എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ? റൈറ്റ്. സോ ഈ ഒരു പാർട്ട് ഐ തിങ്ക് വി ഹാവ് ഓൾമോസ്റ്റ് കം ടു ദ എൻഡ് ഓഫ് എന്താണ് ഒരു ഇൻഡസ്ട്രി എന്നുള്ളതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് റീക്യാപ്പ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്ന് പറയുന്നത് is built on the need to balance
ഇൻഡസ്ട്രിയൽ പീസ്, വർക്കർ പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജറിയൽ കൺട്രോൾ അല്ലേ. ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 എന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാകുന്ന ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് പഴയ ലീഗൽ ഫ്രെയിംവർക്കിന്റെ ഒരു കൺസോളിഡേഷൻ ആണ് ഇൻ ടു വൺ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അവിടെ അപ്ലൈ ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. ആൻഡ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡെഫിനിഷൻ അല്ല, ഇത് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അതെങ്ങനെയാണ് ഫങ്ഷണൽ ആകുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഫങ്ഷണൽ ഡെഫിനിഷൻ ആണെങ്കിലും നിയമം അതിനകത്ത് എക്സ്ക്ലൂഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, മിക്സ്ഡ് ആക്ടിവിറ്റീസിനുള്ള റൂൾസും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈനലി ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എക്സാം പ്രിപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ടോപ്പിക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി വേർഡിങ്ങിലും ഉപരി എന്താണ് ആ പോളിസി എന്ന് മനസ്സിലാക്കുക, എന്താണ് സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുക, ആൻഡ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കോൺസിക്വൻസസ് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നാലും നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. അതിനകത്ത് അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം, എന്തൊക്കെയാണ് വോളണ്ടറി മെക്കാനിസംസ് ആൻഡ് വാട്ട് ഇസ് അഡ്ജുഡിക്കേഷൻ, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത്. We will discuss this in the next part of the video. So thank you very much for watching this lesson, and you have an excellent day ahead. See you in the next class.